നല്ല നല്ല പാക്ഡ് ആണ്, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ആസിഫ് അലി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഫാമിലി ക്ലീൻ ഫാമിലി എന്റർടൈനർ, എല്ലാവർക്കും ധൈര്യമായിട്ട് ഒന്ന് കാണാം. സൂപ്പർ പടം, അടിപൊളി. എന്തായാലും മസ്റ്റ് വാച്ച് പടം ഉണ്ടോ? അടിപൊളി. ചർച്ച ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതേവരെ മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു പടം ഇറങ്ങിയിട്ടില്ല ആണുങ്ങൾക്ക് കൊണ്ട് സംസാരിക്കാനായിട്ട്. എന്താണെങ്കിലും തീർച്ചയായിട്ടും എന്തുകൊണ്ട് സംസാരിച്ചുകൂടാ, പുരുഷന്മാർക്ക് കൊണ്ട് സംസാരിക്കേണ്ട ഇവിടെ ആരെങ്കിലും. എന്തായാലും മസ്റ്റ് വാച്ചാണ്, ആണുങ്ങളെല്ലാവരും കാണുക. ആസിഫ് അലി കിണ്ണനാണ്, പിന്നെ പറയേണ്ട ആവശ്യമില്ല. ആസിഫ് അലി പൊളിയാണ്. ഓക്കെ അറിയാം, നല്ല സിനിമ കേട്ടോ, കുഴപ്പമില്ല, നല്ല പടം. പ്രൊഫഷണലാണ് കണ്ടിരിക്കുക. ആസിഫ് അലിയുടെ പെർഫോമൻസ്, ആസിഫ് അലി നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പ്രസന്റ് ലൈഫിൽ നടക്കുന്ന ഇൻസിഡൻസ് ആണ് പടം പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഡോറിയുടെ ഒക്കെ പേരിൽ പുരുഷന്മാർ കുറേ കേസുകളിലൊക്കെ അകപ്പെടുന്നുണ്ടല്ലോ. പ്രസന്റ് ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിലാണ് പോകുന്നത്. ഇപ്പോൾ ഈ കെട്ടികളൻ്റെ മാലായയുടെ പോലെയൊക്കെ വേറൊരു വേഷം ആണ് സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതി നോക്കുമ്പോൾ ഫാമിലി വാച്ചുകളാണ് തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റിയൊരു സ്റ്റോറി പറഞ്ഞു പോകുന്നുണ്ട്. നല്ല പടമാണ്, അടിപൊളി, ഒന്നും പറയാനില്ല. ആസിഫ് ഇപ്പോഴും ആ ഒരു കാര്യത്തിൽ കൈഡ് കൊടുക്കണ്ടായിരുന്നു. ഇതിൻ്റെ ഏറ്റവും നല്ല ഒരു ടൈറ്റിലാണ്. നമ്മൾ ആഭ്യന്തര കുറ്റവാളി നമ്മൾ കേൾക്കും, അധോലോക നായകനാണ്. അധോലോക നായകനെന്നല്ല, നമ്മുടെ നാട്ടിൽ നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന ഈ ക്രൈമിനെ കുറിച്ചുള്ളതാണ് പറയുന്നത്. കാരണം സ്ത്രീ സമൂഹം എല്ലാ ആണുങ്ങളെ എല്ലാ പുരുഷന്മാരെയും തേജോവധം ചെയ്യാൻ നടക്കുന്ന വ്യക്തമായ ഐഡൻറ്റിറ്റിയോടുകൂടി നടക്കുന്ന ഒരു സ്ത്രീകൾക്കെതിരെയുള്ള ഒരു സിനിമ തന്നെയാണ്. പക്ഷേ ഇത് സ്ത്രീകൾക്ക് എതിരെ എന്ന് പറയുമ്പോൾ എല്ലാ സ്ത്രീകൾക്കും അല്ല, തെറ്റിദ്ധാരണയുടെ പുറത്ത് നടക്കുന്ന എല്ലാ സ്ത്രീകൾക്കെതിരെയുള്ള ഒരു സിനിമ തന്നെയാണ്. ഇത് ശരിക്കും പുരുഷന്മാരുടെ അവകാശ സിനിമയാണ്. ഇത് വ്യക്തമായൊരു വിവാദ സിനിമ തന്നെയാണ്. ഈ സിനിമ ബ്ലോക്ക് ബസ്റ്ററാണ്. എല്ലാ സ്ത്രീകളും എല്ലാ പുരുഷന്മാരും വ്യക്തമായി സിനിമ കണ്ടിരിക്കണം. വളരെ നല്ല സിനിമയാണ്. മേക്കിംഗ് കൊള്ളാം. എനിക്ക് ആസിഫ് അലിയെ നല്ല ഇഷ്ടമുള്ളതാണ്. പിന്നെ ഒരുപാട് പുതുമുഖങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്, എല്ലാം കൊള്ളാം. പക്ഷേ ഇത് പൂർണ്ണമായിട്ട് സബ്ജക്റ്റാണ് എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത്. എന്നുവെച്ചാൽ പൂർണ്ണമായിട്ടും ഒരു പുരുഷപക്ഷ സിനിമയാണിതെന്ന് എനിക്ക് തോന്നി. അതായത് സ്ത്രീകൾക്ക് എതിരല്ല, സ്ത്രീകൾ ചെയ്യുന്നുണ്ട്, അതിൽ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിൽ ജഗദീഷേട്ടൻ ചെയ്ത ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം ആ ഓപ്പോസിറ്റ് വക്കീലും ചെയ്ത ക്യാരക്ടർ, അദ്ദേഹം കുറച്ച് ജാടയും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നു. പക്ഷേ അദ്ദേഹം ഒന്നും പ്രിപ്പയർഡ് അല്ല. അഡ്വക്കേറ്റ്സ് പ്രിപ്പയർഡ് ആവാതെ കോടതി വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക?